ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സൂര്യ നമസ്കാരത്തിൻ്റെ 2 ചുവടുകളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അത് ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു തരുന്നു. ഇത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ സൂര്യന് അഭിമുഖമായി തുറസായ സ്ഥലത്തെ മാറ്റോ ഷീറ്റോ വിരിച്ച് അതിൻ്റെ മധ്യഭാഗത്തായി 8 ഇഞ്ച് അകലത്തിൽ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ലെവൽ കാലുകൾ വെച്ച് നമ്മൾ സ്ട്രൈറ്റായി നിൽക്കുക. കൈകൾ നമ്മളുടെ ബോഡിയോട് ചേർത്ത് തൂക്കിയിടുക. സൂര്യനെ ഭഗവാനെ നോക്കിക്കൊണ്ട് 2-3 ആവർത്തി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും താളാത്മകമായ രീതിയിൽ പുറത്തേക്ക് ആഗിരണം ചെയ്ത് വിടുകയും ചെയ്യുക. അതിനുശേഷം നെഞ്ചുകൾ വിരിച്ച് വയറുള്ളിലേക്ക് വലിച്ച് കൈകൾ രണ്ടും ചെസ്റ്റിന് നേരെ പിടിച്ച് തള്ളവിരൽ നെഞ്ചിനോട് ചേർത്ത് സൂര്യഭഗവാനെ നോക്കി ബാക്കി വിരലിൽ നേരെ മുകളിലേക്കാക്കി ശ്വാസത്തെ ഉള്ളിലേക്കും പുറത്തേക്കും ഒരു 4-5 ആവർത്തി വലിക്കുകയും വിടുകയും ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റു ചുവടുകളിലേക്ക് നമ്മളുടെ മനസ്സിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് കൈകൾ രണ്ടും നേരെ മുന്നിലേക്ക് സ്ട്രൈറ്റായി എടുത്ത് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നതോടൊപ്പം കൈകൾ ബാക്കിലേക്ക് വളയ്ക്കുകയും കൈകളുടെ പത്തികൾ ബാക്കിലേക്ക് കൊണ്ടുപോവുകയും തലയും കഴുത്തും അതിനെ പിന്തുടരുകയും കണ്ണുകൾ വിരലുകളെ പിന്തുടരുകയും ചെയ്യുക. ഈ സമയം നമ്മുടെ കൈകൾ ചെവിയോട് ചേർന്നിരിക്കണം. വയറും ഇടുപ്പും മുന്നിലേക്ക് തള്ളിയും നമ്മളുടെ അരക്കെട്ടിന് മുകളിലേക്കുള്ള ഭാഗം ബാക്കിലേക്കും നട്ടെല്ലാം ഒരു ആർച്ച് രൂപത്തിലും കൊണ്ടുപോവുകയും ചെയ്യുക. ഈ സമയം ശ്രദ്ധിക്കേണ്ടത് കാലുകളുടെ മുട്ടുകൾക്ക് വളവ് വരരുത്. കൈകൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. കൈകൾ ചെവിയോട് ചേർന്നിരിക്കണം. ഈ സമയം ഇങ്ങനെ നിന്ന് ഒരു 5 സെക്കൻഡ് അവിടെ പിടിച്ചു നിർത്തുക. അതിനുശേഷം സാവധാനത്തിൽ കൈകൾ കൊണ്ടുവരികയും കൂപ്പിൻ സൂര്യഭഗവാനെ വന്ദിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുക. ഇത് സൂര്യ നമസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ താളാത്മകമായ രീതിയിൽ വേണം നമ്മൾ ശ്വാസത്തെ ആഗിരണം ചെയ്യുകയും അതിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി ശ്വാസം ഉള്ളിൽ പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമായതിനാൽ യാതൊരുവിധ ചലനങ്ങളും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. യാതൊരുവിധ അശ്രദ്ധയിലേക്കും നമ്മളുടെ മനസ്സിനെ ചലിപ്പിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി വളരെ താളാത്മകമായ രീതിയിൽ ശ്വാസത്തെ ആഗിരണം ചെയ്ത് മുകളിലേക്ക് എടുക്കുകയും നമ്മളുടെ നട്ടെല്ലിൻ്റെ ഭാഗങ്ങൾ ബാക്കിലേക്ക് വളയ്ക്കുകയും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാവൂ. നമ്മളുടെ അരക്കെട്ടിന് മുകളിലേക്കുള്ള ഭാഗങ്ങൾ വളഞ്ഞു പോകുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. ഒരു 5 സെക്കൻഡ് ആ ലെവലിൽ നിന്നതിന് ശേഷം മെല്ലെ മെല്ലെ വേണം ശ്വാസത്തെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് നമ്മൾ പൂർണ്ണ അവസ്ഥയിലേക്ക് വരുവാനായിട്ട്. ഈ 2 സ്റ്റെപ്പുകളാണ് ഇന്ന് നിങ്ങൾക്കിവിടെ പൂർണ്ണമാക്കുന്നത്. വളരെ നല്ല രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലെ ശ്വാസോച്ഛ്വാസം വളരെ താളാത്മകമായ രീതിയിൽ എടുത്തുകൊണ്ട് വേണം ഈ 2ാമത്തെ ചുവടിലേക്ക് നിങ്ങളെ കടക്കുവാനായിട്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു യോഗാസനത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് സൂര്യ നമസ്കാരം. ഇത് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻറ്റിനെ അപേക്ഷിച്ചിടത്തോളം ഇത് എത്രയും ചെയ്യാൻ പറ്റുന്ന ഒരു പഠിച്ചതിന് ശേഷം നന്നായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗറിനെ അല്ലെങ്കിൽ ഡയബറ്റീസിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് മാംസപേശികൾക്ക് നിങ്ങളുടെ ശരീര അവയവങ്ങൾക്കും ശരീരത്തിനും സാധിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് 2ാമത്തെ സ്റ്റെപ്പ് ഞാനിവിടെ പൂർണ്ണമാക്കുന്നു. 2ാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും സൂര്യ നമസ്കാരം എല്ലാവർക്കും ചെയ്യാവുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു യോഗയാണ്. സൂര്യ നമസ്കാരത്തിലെ ശ്വസനത്തിൻ്റെ ഉച്ഛ്വാസത്തിൻ്റെ ആ ഘട്ടങ്ങളാണ് നമ്മൾ കറക്റ്റാക്കുകയും ആ ലെവലിൽ വേണം നമ്മുടെ ശരീര അവയവങ്ങളെ വളയ്ക്കുകയും എടുക്കുകയും ചെയ്യേണ്ടത്. വളരെ ചെറിയ രീതിയിലൂടെ നിങ്ങൾ സാവധാനത്തിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ശ്വാസോച്ഛ്വാസം ഉള്ളിൽ പിടിച്ചുകൊണ്ട് ചെയ്താൽ മതിയാകും. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുറകുഭാഗത്തെ നട്ടെല്ലിനും നമ്മളുടെ പുറകിലെ മാംസപേശികൾക്കും നല്ല രീതിയിലുള്ള ഒരു അയവ് വരികയും നല്ല രീതിയിലുള്ള ഒരു വ്യായാമം ലഭിക്കുകയും ചെയ്യുന്നു. വയറിൻ്റെ 2ാമത്തെ ഘട്ടം വയറിൻ്റെ മാംസപേശികൾ വലിയ ബലം ഉള്ളതായി തീരുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ വയറിന് ഒരു ഇമ്പോർട്ടൻ്റായ പ്രവർത്തന മൂല്യം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അടിവയറിന് നല്ല ഒരു ബലം വയ്ക്കുകയും നമ്മളെ ആവരണം ചെയ്തിരിക്കുന്ന അടിവയറിൻ്റെ മാംസപേശികൾക്ക് നല്ല ബലം നൽകുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷോൾഡറിനും നമ്മളുടെ കഴുത്തിനും നല്ല രീതിയിലുള്ള വ്യായാമം ലഭിക്കുന്നതോടൊപ്പം നമ്മളുടെ ഷോൾഡറിനും കൈകൾക്കും കഴുത്തിനും ചെവിക്കും കണ്ണുകൾക്കും നമ്മളുടെ തലയ്ക്കും മൊത്തമായും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ആയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് സാധിച്ചുകൊണ്ട് അടുത്ത ചുവടുകളിലേക്ക് അടുത്ത ദിവസം ഞാൻ 3ാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുന്നത്. ഈ 3ാമത്തെ സ്റ്റെപ്പ് നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം 1, 2, 3 ഒന്നിച്ച് ചെയ്ത് കാണിക്കുന്നതാണ്.
ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പ് ആവർത്തിച്ചതിന് ശേഷമായിരിക്കും മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഒരിക്കൽ കൂടി പാറുക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ 1, 2 സ്റ്റെപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്.